ദേശീയ ബാലികാ ദിനം സമുചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ICDS കാഞ്ഞിരപ്പള്ളി അഡീഷണലിന്റെ നേതൃത്വത്തിൽ ബാലികാ ദിനാചരണം ആചരിച്ചു. ശൈശവ വിവാഹ നിരോധന നിയമം, പൊൻവാക്ക് എന്നീ പദ്ധതിയുടെ പ്രചരണാർത്ഥം പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിലെ വിദ്യാർത്ഥികൾ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ സ്ട്രീറ്റ് പ്ലേ സംഘടിപ്പിച്ചു. എനിക്ക് കല്യാണം വേണ്ട, എനിക്കിനി പഠിക്കണം. നിങ്ങൾ ഈ കൊച്ചു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ പോകുന്നത് ഞാൻ അറിഞ്ഞു. ബാലവിവാഹം നിയമവിരുദ്ധവും കുറ്റകരവുമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സാർ, അതെനിക്കറിയാം. പക്ഷേ വേറെ വഴിയൊന്നുമില്ലല്ലോ. അതാ ഇങ്ങനെ ചെയ്ത ഞങ്ങൾ. എന്ത് നിവൃത്തികേട്! ആ കുട്ടിയെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുക. അത് പഠിച്ച് നല്ലൊരു ജോലി നേടി വിവാഹപ്രായം എത്തുമ്പോൾ വിവാഹം നടക്കട്ടെ. പഠിക്കേണ്ട സൗകര്യങ്ങൾ സർക്കാർ തന്നെ ഒരുക്കിയിട്ടുണ്ടല്ലോ. തെറ്റായ ചിന്ത ഉണ്ടായിപ്പോയി. സാർ സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അതിന്റെ ഗൗരവം പൂർണ്ണമായിട്ടും മനസ്സിലായത്. ഞങ്ങൾ അവരുടെ വിവാഹം നടത്തുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയാണ്. അവൾ പഠിക്കട്ടെ, പഠിച്ച് ദൂരങ്ങൾ കീഴടക്കട്ടെ. ബാലവിവാഹം കുറ്റകരവും നിയമവിരുദ്ധവുമാണ്. കുട്ടികൾ കളിക്കേണ്ട സമയത്ത് കളിക്കുകയും സ്വപ്നം കാണേണ്ട സമയത്ത് സ്വപ്നം കണ്ടും വളരട്ടെ. അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങൾക്കറിയാമോ ബാലവിവാഹം കൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ? വിദ്യാഭ്യാസ നഷ്ടം, ആരോഗ്യ പ്രശ്നം, മാനസിക പീഡനം, ദാരിദ്ര്യം. അതെ, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം കുറ്റകൃത്യമാണ്. ബാലവിവാഹം കണ്ടാൽ മൗനം പാലിക്കരുത്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുസമ്മ മാത്യു ബാലികാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് പഠിക്കുന്ന കാലത്ത് നല്ല രീതിയിൽ പഠിക്കുവാനും അവർക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ ഒരു സമയം കൊടുക്കാതെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വിവാഹം നേരത്തെ തന്നെ ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ആ ഒരു രീതിയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതം എൻജോയ് ചെയ്യാനും അവർക്ക് പഠിക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം നമ്മൾ ചെറുപ്പത്തിലേ തന്നെ അത് മുരടിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായും കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനും അവർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളിടത്തോളം കാലം അവരെ പഠിപ്പിക്കുക, അവർ സ്വന്തം കാലിൽ നിന്ന് ജീവിതമാർഗം മുന്നോട്ട് ഉണ്ടാക്കുക. അവർക്ക് നമ്മൾ വിവാഹിതരായാലും പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ ചെല്ലുന്ന വീടുകളിൽ എല്ലാം അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ വീടുകളിലും കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വരുന്നു നമ്മുടെ പെൺപിള്ളേരെ, ആൺപിള്ളേരെ അതുപോലെ തന്നെ. എന്നാലും നമ്മുടെ കുട്ടികൾ മറ്റൊരു സ്ഥലത്തേക്ക് വിവാഹം ചെയ്ത് വിടുമ്പോൾ അവർക്ക് ആ കുടുംബം എങ്ങനെയാണ് എന്താണ് എന്ന് നമുക്ക് നേരത്തെ പ്രവചിച്ചൊരു കല്യാണം അവർക്ക് കഴിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കുകയും അവർക്കൊരു ജോലി സ്വന്തമായി ഉണ്ടാകുകയും അവർ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയും നേരിടുവാനുള്ള ഒരു ചങ്കൂറ്റം അവർക്കുണ്ടാകും. അങ്ങനെ നമുക്ക് ആത്മഹത്യകളൊക്കെ ഒഴിവാക്കി. ഇപ്പം നമ്മൾ പലതും കേൾക്കുന്നുണ്ടല്ലോ, കുട്ടികളെ വിവാഹം ചെയ്ത് വിട്ടു കഴിയുമ്പോൾ ആ വീട്ടിലെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ അവർക്ക് നിലനിൽപ്പില്ലാതെ വരുന്ന സമയത്ത് അവർ ആത്മഹത്യയിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇവരെ വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിൽ കൊണ്ടുവരികയും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാൻ അവർക്ക് അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിലനിൽപ്പിൻ്റെ ഭാഗമായി അവർക്ക് അങ്ങനെ ആത്മഹത്യാ പ്രവണത അവരിലേക്ക് വരത്തില്ല. സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് അവരെ ഉയർത്തിപ്പിടിക്കണം. അത് മാത്രമാണ് ഇന്ന് ഈ ബാലികാ ദിനാചരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ഷാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പള്ളി അഡീഷണൽ ICDS CDPO ബിന്ദു റാണി പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. ഈ യോഗത്തിൽ വാർഡ് മെമ്പർ താര മോബിൻ, ICDS സൂപ്പർവൈസർമാർ നീത ജോർജ്, ദീപ സോമൻ, സിന്ധു S, സ്കൂൾ കൗൺസിലേഴ്സ് ലിറ്റി എബ്രഹാം, ദീപ ദാസ്, സ്കൂൾ കൗൺസിലർ റാണിമോൾ മാത്യു എന്നിവർ സംസാരിച്ചു. തുടർന്ന് മരിയൻ കോളേജ് വിദ്യാർത്ഥികൾ പൊൻവാക്ക് പദ്ധതിയെക്കുറിച്ച് ഡിബേറ്റ് സംഘടിപ്പിച്ചു.